ISL സൂപ്പർ സാറ്റർഡേ ഒരു എക്സൈറ്റിംഗ് ആയിട്ടുള്ള രണ്ട് മത്സരങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചു എന്ന് പറയേണ്ടി വരും. 9 ഗോളുകളാണ് രണ്ട് മത്സരങ്ങളിൽ നിന്നായിട്ട് പിറന്നത് എന്നുള്ളതാണ്. സോ ആദ്യത്തെ മത്സരം എന്ന് പറഞ്ഞാൽ പഞ്ചാബ് എഫ് സി ബംഗളൂരു എഫ് സിയും തമ്മിൽ നടന്നിട്ടുള്ള ഒരു പോരാട്ടമാണ്. 3-2 എന്ന് പറയുന്നൊരു സ്കോറിലാണ് പഞ്ചാബ് എഫ് സി വിജയിക്കുന്നത്. അവർ ഇടയ്ക്കൊന്ന് പ്രശ്നങ്ങളിലൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. അതാണെങ്കിലും പഞ്ചാബ് എഫ് സിക്ക് തിരിച്ചു വരാൻ സാധിച്ചു. എന്നാൽ ബംഗളൂരു എഫ് സി അവരുടെ വിജയമില്ലാത്ത ഒരു ഗാഥ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ തന്നെ ഒരു മുമ്പ് വീഡിയോ ഒക്കെ ചെയ്തപ്പം പറഞ്ഞിട്ടുള്ള കാര്യമാണ്, പ്ലേ ഓഫ് ഏതാണ്ടൊക്കെ ഉറപ്പിച്ച സാഹചര്യമാണ് ഉള്ളത് എന്നുള്ളത്. പക്ഷേ അത് പറയാൻ വരട്ടെ എന്നുള്ള സാഹചര്യത്തിലാണ് നിലവിൽ അവരുടെ ഒരു പോക്ക് എന്നുള്ളതാണ് പറയേണ്ടത്. സോ ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും പറഞ്ഞല്ലോ, ഒരു എക്സൈറ്റിംഗ് മാച്ച് ആയിരുന്നു. അടി തിരിച്ചടി അങ്ങനെയൊക്കെയുള്ള ഒരു ത്രില്ലിംഗ് ക്ലൈമാക്സും ഒക്കെ നമുക്ക് കാണാനായിട്ട് ഈ ഒരു മത്സരത്തിൽ സാധിച്ചു എന്നുള്ളതാണ്. ആദ്യം ബംഗളൂരു എഫ് സി ആണ് ഈ ഒരു മത്സരത്തിൽ സ്കോർ ചെയ്ത് മുന്നിൽ വരുന്നത്. അതൊരു ഗോൾ കീപ്പർ അല്ലെ ഡിഫൻസ് ഒരു എറ സംഭവിച്ചിട്ടാണ് മെൻഡസ് ഗോൾ അടിച്ച് 1-0 എന്ന് പറയുന്ന ഒരു ലെവൽ. സെക്കൻഡ് ഹാഫിലാണ് ആദ്യത്തെ ഗോള് തന്നെ പറക്കുന്നത്. സോ അതിനുശേഷം പഞ്ചാബ് എഫ് സിക്ക് ഈ ഒരു മത്സരത്തിലേക്ക് തിരിച്ചു വരാനായിട്ട് സാധിച്ചു ഒരു പെനാൽറ്റിയുടെ രൂപത്തിലാണ്. അത് ഗുർപ്രീത് ഫൗൾ ചെയ്തിട്ടാണ് പെനാൽറ്റി കിട്ടുന്നത്. അസ്മിർ അത് ഗോളാക്കി 1-1 എന്ന് പറയുന്ന ലെവലിൽ എത്തിക്കുന്നു. എന്നാൽ പിന്നീട് ഒരു രണ്ടാമത്തെ ഗോൾ അടിക്കാനായിട്ട് പഞ്ചാബ് എഫ് സിക്ക് സാധിച്ചു. ഫിലിപ്പിലൂടെയാണ് 79ാമത്തെ മിനിറ്റിൽ ഗോൾ അടിക്കുന്നത്. അത് ഗുർപ്രീതിൻ്റെ ഒരു മിസ്റ്റേക്കാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു ടെക്നിക്കിൻ്റെ പ്രശ്നം, അതായത് ഒരു ഷോട്ട് വരുന്നു, അത് അദ്ദേഹം ഫിലിപ്പിൻ്റെ കറക്റ്റ് കാലിലേക്ക് എന്ന വണ്ണം അത് കൊടുക്കുന്നു. ആ മൊമെൻറ്റിൽ തന്നെ അദ്ദേഹം ഒരു ബുള്ളറ്റ് കണക്കി ഒരു ഷോട്ടാക്കി മാറ്റുന്നു. അങ്ങനെ 2-1 എന്ന ലെവലിലേക്കായിരുന്നു. ഗുർപ്രീത് ഇങ്ങനത്തെ മിസ്റ്റേക്സ് നിരന്തരം വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ ഒരു മത്സരം പഞ്ചാബ് വിജയിച്ചു പോകും എന്നുള്ളൊരു സാഹചര്യത്തിലേക്ക് വരുമ്പോഴാണ് കളിയുടെ അവസാനം ഏതാണ്ട് ഒരു 90 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പറഞ്ഞ BFC അറ്റാക്കും കാര്യങ്ങളൊക്കെ നടത്തുന്നു. രാഹുൽ ബേക്ക് ഒരു ഹെഡറിലൂടെ 2-2 എന്ന നിലയിൽ ഒരു മത്സരം സമനിലയായി പോയി എന്ന പ്രതീക്ഷിച്ച് നിന്നെടുത്താണ്. അവിടെ നിന്നാണ് ഒരു അറ്റാക്ക് ലെഫ്റ്റിലൂടെ ഉള്ള റൺ. അവിടെ നിഹാലാണ് സെക്കൻഡ് ഹാഫിൽ വന്നിട്ടുള്ളൊരു പ്ലെയറാണ്. നിഹാലിൻ്റെ ഒരു ഉഗ്രൻ പാസ്സാണ് കേട്ടോ. അത് ഒരു ക്ലാസ് ആയിട്ടുള്ള ഒരു ബോളാണ് ലൂക്കാ മാച്ചിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അത് ലൂക്കാ മാച്ചിനൊക്കെ ആ ഒരു സിറ്റുവേഷനിൽ കിട്ടി അറിയാലോ, അദ്ദേഹം അടിച്ചിരിക്കും. അങ്ങനെ 3-2 എന്ന് പറയുന്നൊരു ലെവലിൽ വിജയിക്കാനും സാധിച്ചു. പഞ്ചാബ് എഫ് സിയുടെ പറഞ്ഞ പോലെ പ്ലേ ഓഫ് സാധ്യതകൾക്ക് വളരെ വലിയൊരു സ്ഥാനത്തിലേക്ക് എത്തുന്നു. എന്നാൽ പറഞ്ഞ പോലെ BFC ഇപ്പം ഒരു പ്രശ്നത്തിൽ നിൽക്കുകയാണ് എന്നുള്ളതാണ് പറയേണ്ടത്. കാരണം നമുക്കറിയാം ഇനിഷ്യൽ സ്റ്റേജിൽ എങ്ങനെ പെർഫോം ചെയ്തിട്ടുള്ള ഒരു ടീമാണ് എന്നുള്ളത്. പല കാരണങ്ങൾ, അതിൽ ഒന്ന് തന്നെയാണ് ഗോൾ കീപ്പിംഗ് എറർ എന്ന് പറയുന്നത്. എന്നിട്ടും ഇപ്പോഴും അദ്ദേഹത്തിന് തന്നെ സ്ഥാനം കിട്ടുന്നു. എനിക്ക് ഒന്ന് മാറ്റി പരീക്ഷിക്കാനുള്ളൊരു സമയമായി എന്നുള്ളതാണ് തോന്നുന്നത്. വിജയിച്ചെങ്കിലും പഞ്ചാബ് എഫ് സി ഇപ്പോഴും 23 പോയിന്റോടെ 9ാം സ്ഥാനത്താണ്, കേരള ബ്ലാസ്റ്റേഴ്സിന് താഴെ. പക്ഷേ ബ്ലാസ്റ്റേഴ്സിനേക്കാളിലൊക്കെ 2 മാച്ച് കുറവാണ് പഞ്ചാബ് കളിച്ചിട്ടുള്ളത് എന്നുള്ളത് അവർക്ക് കൂടുതലൊരു പ്ലേ ഓഫ് സാധ്യത ഉണ്ട് എന്ന് പറയേണ്ടി വരും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബംഗളൂരു എഫ് സിയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഒരു ഇച്ചിരി പ്രശ്നമാണുള്ളത്. 28 പോയിൻ്റാണ് 19 മാച്ചിൽ നിന്നുള്ളത്. സോ ഈ ഒരു പോക്കാണെങ്കിൽ അവർക്ക് ഇനി എത്ര വിജയങ്ങൾ ഒക്കെ നേടാൻ സാധിക്കും എന്നുള്ള പറയുന്നൊരു പ്രശ്നത്തിലേക്ക് വന്നു. ഇതോടുകൂടി ബാക്കിയുള്ള ടീമുകളുണ്ടല്ലോ, ഇപ്പോൾ ഒഡീഷ എഫ് സി ആണെങ്കിലും മുംബൈ സിറ്റി എഫ് സി ആണെങ്കിലും കേരള ബ്ലാസ്റ്റേഴ്സ്, പഞ്ചാബ് എഫ് സി, ഇവർക്കൊക്കെ കുറച്ചും കൂടി ഒരു സാധ്യത വരുന്നു എന്നുള്ളതും നമ്മൾ ഈ ഒരു നിലയിൽ സംസാരിക്കേണ്ടതാണ്. മറ്റൊരു മത്സരം മോഹമ്മദിനും മോഹൻ ബഗാനും തമ്മിൽ നടന്നിട്ടുള്ള കൊൽക്കത്ത ഡെർബി മത്സരമായിരുന്നു. ഒരു ആധികാരികമായിട്ടുള്ളൊരു വിജയം, ഒരു 4-0 എന്ന് പറയുന്നൊരു സ്കോറിൽ വിജയിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് മോഹൻ ബഗാനെ സംബന്ധിച്ചിടത്തോളം. ഇതോടുകൂടി ഏതാണ്ട് 10 പോയിൻറ്റിൻ്റെ ഡിഫറൻസായി ഒരു ഷീൽഡ് റേസ് മുന്നിൽ നിൽക്കുന്നു. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഷീൽഡ് മോഹൻ ബഗാൻ ഉറപ്പിച്ചു എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ നമുക്ക് പറയേണ്ടത്. മത്സരങ്ങൾ കൂടുതൽ കളിച്ചിട്ടുണ്ട്. ഇപ്പം മോഹൻ ബഗാൻ 19 മത്സരങ്ങളിൽ നിന്നാണ് 43 പോയിൻറ്റ്, ഗോവ 17 മത്സരങ്ങളിൽ നിന്നാണ് 33 പോയിൻറ്റ് എന്നുള്ളൊരു വ്യത്യാസം അവിടെ ഉണ്ട്. എങ്കിലും ഈ പറഞ്ഞ ഒരു പോയിന്റ് ഡിഫറൻസ് അത് ഒരു വലിയ ഫാക്ടർ തന്നെയാണ് എന്നുള്ളതാണ്. അതും ഈ ഒരു മത്സരത്തിൽ ഇന്ത്യൻ ഗോൾ സ്കോറേഴ്സാണ്. സുഭാഷിഷ് ബോസിൻ്റെയും അതുപോലെ മൻവീർ സിംഗിൻ്റെയും 2 ഗോളുകളാണ് അവർക്ക് പ്രധാനമായിട്ടും ഗുണകരമായിട്ട്. ആദ്യ പകുതിയിൽ തന്നെ പറഞ്ഞ പോലെ 3 ഗോളുകളും സംഭവിച്ചു എന്നുള്ളതാണ്. സുഭാഷിഷ് ബോസ് എനിക്കൊന്ന് ഈ സീസണിൽ 6 ഗോളുകളോ മറ്റുമായി. സെക്കൻഡ് ടോപ്പ് ഇന്ത്യൻ സ്കോറാണ് തോന്നുന്നു, സുനിൽ ഛേത്രിക്ക് താഴെ. ഇപ്പോൾ ബ്രൈസണും 6 ഗോളൊക്കെ തന്നെയാണ് അടിച്ചിട്ടുള്ളത്. സോ ആ ഒരു ലെവലിൽ പെർഫോമൻസ് ഗോൾ സ്കോറിങ്ങിൻ്റെ കാര്യത്തിൽ തവണ സുഭാഷിഷ് ബോസ് വരുന്നുണ്ട്. മൻവീറും ഈ ഒരു മത്സരത്തിൽ 2 ഗോളുകൾ അടിച്ചതോടുകൂടി 5 ഗോൾസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ലൊരു നമ്പറിലേക്കും അദ്ദേഹത്തിന് എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നീട് ഈ 4 ഗോൾ വന്നതിന് ശേഷം ഒരു ഇപ്പോൾ മോഹൻ ബഗാൻ്റെ ഭാഗത്തു നിന്ന് കുറച്ച്
കുറച്ച് ഇൻഡിവിജ്വലി പ്ലേയേഴ്സ് ഗോൾ അടിക്കുക, ആ ഒരു ലെവലിലേക്ക് കാര്യങ്ങൾ പോയോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരുപാട് അങ്ങനത്തെ ഷോട്ട്സും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു. പിന്നെ മുഹമ്മദിന് ആദ്യ പകുതിയിൽ തന്നെ ആ കസിമോവിൻ്റെ ഒരു അൺനെസസറി റെഡ് കാർഡ് കിട്ടിയത് കൊണ്ട് തന്നെ പിന്നെ സെക്കൻഡ് ഹാഫിൽ അവർക്കൊരു ഫൈറ്റോ അല്ലെങ്കിൽ അതിനൊരു ചേഞ്ച് വരുത്താനുള്ള രൂപത്തിലേക്കൊന്നും മാറാനില്ലായിരുന്നു. പ്രത്യേകിച്ച് അവരുടെ കോച്ചും കൂടെ പോയൊക്കെ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണുള്ളത്. അങ്ങനെ മുഹമ്മദൻ മൊത്തത്തിൽ അറിയാമല്ലോ താളം തെറ്റി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. അതിൻ്റെ എല്ലാ ഇഷ്യൂസും നമുക്ക് മുഹമ്മദനിൽ കാണാനുണ്ട് എന്നുള്ളതാണ്. സോ ദാറ്റ്സ് ഇറ്റ് ഗെയ്സ്. അപ്പം നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താണ് തീർച്ചയായിട്ടും കമ്പോസ് ചെയ്യാൻ പറ്റുക. സനിയഫ്.